ചോദിക്കുകയാണ്, കർത്താവേ, എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം ചോദിക്കുകയാണ് ദൈവത്തോട്, ഞാൻ ഈ ദ്രവത്വത്തിൻ്റെ അവസ്ഥയിലാണ്, സൗഖ്യമാക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ അകത്തു നിന്ന് വരുന്ന ഇമോഷനാണ് മനസ്സലിവ്. ആ മനസ്സലിവിനെ വേറെ ഒരു ട്രാൻസ്ലേഷനിൽ മർക്കോസ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ വേറൊരു ട്രാൻസ്ലേഷൻ അല്ല, ഇത് വേറെ ഒരു ഒറിജിനൽ കോപ്പിയാണ്. അതിനകത്ത് അവിടെ വേറൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കെന്ന് പറഞ്ഞാൽ കർത്താവിന് ദേഷ്യം വന്നു എന്നാണ്. അപ്പോൾ കർത്താവ് എന്തിനാണ് അങ്ങനെയുള്ളൊരു ബലഹീനനായ ഒരു മനുഷ്യനോട് കോപിക്കുന്നത്? കർത്താവ് അവനോടല്ല കോപിക്കുന്നത്. അവൻ്റെ ആ ചോദ്യത്തോട് കർത്താവിൻ്റെ റെസ്പോൺസ് അതാണ്. എന്ന് വെച്ചാൽ എത്രയധികം എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഞാൻ നിന്നെ സ്പർശിക്കാനും നിന്നെ സൗഖ്യമാക്കാനും ആഗ്രഹിക്കുന്നു, നീ ഒന്ന് അനുവദിച്ചാൽ മതി എന്ന് ആ വ്യക്തിയോട് മാത്രമല്ല, ഈ പ്രപഞ്ചത്തോട് തന്നെയും, നിങ്ങളോടും എന്നോടും കൂടെ കർത്താവ് സംസാരിക്കുക. അപ്പോൾ കർത്താവ് ആ വ്യക്തിക്കകത്തുള്ള മരണത്തെയും ദ്രവത്വത്തെയും, എന്ന് വെച്ചാൽ മരണവും ദ്രവത്വവും ഒന്നുമില്ലാത്ത പിതാവിൻ്റെ വലത് ഭാഗത്തിരുന്ന ആ കർത്താവ് ദാസരൂപമെടുത്തു, തന്നെത്താൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന്? നമുക്ക് വേണ്ടി, നമ്മളെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ ആ ശാപം നീങ്ങിപ്പോകാൻ വേണ്ടി. എന്നിട്ട് നമ്മളെപ്പോലെ ഒരുവനായിട്ട് മരിച്ച് അടക്കപ്പെട്ട്, എന്നാൽ ദ്രവത്വം കാണാതെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. മാനവരാശിയെ മുഴുവനും അവൻ ഉയർപ്പിക്കാനായിട്ട് പോവുകയാണ്. ഒരു പുതിയ സൃഷ്ടി അവൻ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ആദാമ്യ സൃഷ്ടി മുഴുവൻ പാപം ചെയ്ത് ശാപമാകുന്ന മരണത്തിനും ദ്രവത്വത്തിനും കീഴ്പ്പെട്ട് കഴിഞ്ഞു. അതിനെ രക്ഷിക്കാൻ വേണ്ടി ആദാമ്യ സൃഷ്ടിക്ക് പുറത്തുനിന്ന് ആരെനിക്ക് വേണ്ടി പോകും, ആരെ ഞാൻ അയക്കേണ്ടു എന്നതിൻ്റെ മറുപടിയായിട്ട് ദൈവം തന്നെ, ദൈവപുത്രൻ തന്നെ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരികയാണ്. നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് തകർക്കപ്പെടുന്നു. കാരണം പാപത്തിന് ദൈവത്തെ ശിക്ഷിച്ചേ മതിയാവും. ദൈവം നീതിമാനാണ്. ദൈവം പാപത്തെ ശിക്ഷിക്കാതെ ഏതെങ്കിലും വ്യക്തിയുടെ പാപത്തെ ദൈവം ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ക്ഷമിക്കുകയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ ക്ഷമിച്ചാൽ രണ്ട് പ്രശ്നങ്ങളുണ്ടാവും. ഒന്ന്, ദൈവത്തിൻ്റെ നീതി നടപ്പാവില്ല, ദൈവം നീതിമാനല്ലാതായിത്തീരും. നീതിമാനായതുകൊണ്ട് പാപത്തെ ശിക്ഷിച്ചല്ലേ പറ്റൂ. ദൈവത്തിൻ്റെ തന്നെ സ്വഭാവം ദൈവം എതിർക്കുന്ന പോലെയാകും. രണ്ടാമത്തെ പ്രശ്നം, സാത്താനും പിന്നെ ഡയറക്റ്റായിട്ട് ദൈവത്തോട് പാപക്ഷമ ചോദിച്ച് പാപക്ഷമ പ്രാപിക്കാനായിട്ട് സാധിക്കും. സാത്താൻ്റെ പാപം ദൈവം ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ്റെ അവസാനം ദൈവം ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ സാത്താൻ്റെ പാപങ്ങൾ ക്ഷമിക്കാനും കഴിയില്ല, മനുഷ്യൻ്റെ പാപം ക്ഷമിക്കുകയും വേണം, ദൈവത്തിൻ്റെ നീതി നിവൃത്തിയാകുകയും ചെയ്യണം. ഇതിനെല്ലാം ഒരൊറ്റ പരിഹാരമാണ്. ആ പരിഹാരം എന്താണ്? നീതിമാനായ ഒരുവൻ നീതികെട്ട മനുഷ്യർക്ക് വേണ്ടി അവരുടെ പാപങ്ങളുടെ ശിക്ഷ, പാപങ്ങളല്ല, പാപങ്ങളുടെ ശിക്ഷ വഹിച്ചുകൊണ്ട്, ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് മരിക്കണം. കാരണം ഒരു പാപത്തെ ഒറ്റ പ്രാവശ്യം ശിക്ഷിക്കാൻ ദൈവത്തിന് വകുപ്പുള്ളൂ വേദപുസ്തകപ്രകാരം. അത് യേശുവെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ആ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിന് തയ്യാറായിട്ട് ഏതെങ്കിലും മനുഷ്യനെ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തിക്ക് അവൻ്റെ തലമുടി പിടിച്ച് അവനെ തന്നെ പുറത്തെടുക്കാൻ പറ്റാത്തതുപോലെ, ജയിലിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ തന്നെ ജാമ്യം എടുക്കാൻ കഴിയാത്തതുപോലെ മാനവരാശി മുഴുവനും ജയിലിനകത്താണ്. പാപം ചെയ്ത് ദൈവത്തോട് അകന്നിരിക്കുകയാണ്. അവർക്ക് അവരുടെ തന്നെ ജാമ്യം എടുക്കാൻ കഴിയില്ല, അവർക്ക് അവരെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ ഒരു ശരീരത്തിൽ ഒരു ട്യൂമർ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ എന്നെ അനസ്തേസിയ വെച്ചിട്ട് മയക്കിയിട്ട് എനിക്ക് എൻ്റെ സർജറി നടത്താൻ പറ്റുമോ? പറ്റില്ല, വേറൊരാൾ ചെയ്യണം എന്ന് പറയുന്നത് മാതിരി പാപത്തിനും ശാപത്തിനും രോഗത്തിനും ദ്രവത്വത്തിനും അടിമയായിരിക്കുന്ന മാനവരാശിയെ രക്ഷിക്കാൻ ഇതിനൊക്കെ അടിമയായിരിക്കുന്ന, ഓൾറെഡി ഇതിനാൽ കണ്ടംഡ് ആയിരിക്കുന്ന, വിധിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് കഴിയില്ല. ജയിലിൽ കിടക്കുന്ന ഒരുത്തന് ബെയിലെടുക്കാൻ വേറൊരാൾക്ക് വേണ്ടി ബെയിലെടുക്കാൻ കഴിയില്ല. പുറത്തുനിന്ന് ഒരാൾ വരണം.
അതുകൊണ്ട് കർത്താവ് മാനവരാശിയിൽ ആരുമില്ല ഇത് ചെയ്യാൻ. പാപങ്ങളെ ശിക്ഷിക്കുകയും വേണം, സാത്താനോട് ക്ഷമിക്കാനും പാടില്ല, പാപികളായ മനുഷ്യരെ രക്ഷിക്കുകയും ചെയ്യണം. അതിന് കർത്താവ് ദൈവം മനുഷ്യരൂപെടുത്തു ലോകത്തേക്ക്. ഒരിക്കൽ ഞാനിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം പയ്യനോട് ചോദിച്ചു, അല്ല കർത്താവിൽ പാപമില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിലുണ്ടല്ലോ, അവനൊരു ബ്ലെയിംലെസ് സണ്ണാണ്, ദൈവത്താൽ അവൻ ഉളവാകുന്നു, അവനിൽ പാപമില്ല. അത് അവർ ഈ മറിയത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മറിയമിന് ലഭിക്കുന്ന മകൻ അല്ലെങ്കിൽ മറിയത്തിൻ്റെ മകൻ ഒരു ബ്ലെമിഷ്ലെസ്, ഇന്നോസെൻറ്റ്. ഇതൊക്കെ എൻ്റെ ട്രാൻസ്ലേഷൻസാണ് ആ വാക്കിൻ്റെ. പാപമില്ലാത്ത ഒരു മകനാണ്. അപ്പം പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ജിബ്രിൽ വന്നിട്ട് ഗബ്രിയേലിനെ അവർ ജിബ്രിൽ എന്നാണ് വിളിക്കുന്നു. അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് പോലും യേശു ഉണ്ടായത്, ഏതോ ഒരു അവിഹിത ബന്ധം മാതിരി. അപ്പം ഞാൻ പറഞ്ഞു, അവിഹിത ബന്ധത്തിലാണ് യേശു ഉണ്ടായതെങ്കിൽ അവനൊരു ബ്ലെയിംലെസ് സണ്ണാണ്, ഒരു കുറ്റമില്ലാത്തവനാണ് എന്ന് മുഹമ്മദ് നബി പറയുമോ? 2, അവനൊരു കന്യകയിലാണ് ജനിച്ചത് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ കന്യകാ ജനനത്തെ നിഷേധിക്കുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ടു, ഏതോ ഒരു മൗലവി പറയുന്നത് എന്താണ്, അയാൾ മൗലവിയാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഈസ് എ പൊളിറ്റിക്കൽ ലീഡർ, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം അതെന്തോ ഒരു വ്യഭിചാരത്തിൽ കൂടെയാണ് പോലും യേശു ക്രിസ്തു ഉണ്ടായത്. അയാൾ ഖുർആൻ വായിച്ചിട്ടുണ്ടോ? ഖുർആനകത്ത് പോലും യേശു ക്രിസ്തു പാപമില്ലാത്ത, കുറ്റമില്ലാത്ത, ആർക്കും ഒരു ദോഷം പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ ഞാൻ ആയത്തോള എന്നുള്ള ടൈറ്റിലോ അല്ലെങ്കിൽ പ്രവാചകൻ എന്ന ടൈറ്റിലോ അല്ലെങ്കിൽ എന്താ പറയുക കന്യകയുടെ മകൻ എന്ന ടൈറ്റിലോ ഒന്നും ഖുർആൻ കൊടുക്കില്ലല്ലോ. അപ്പം മുഹമ്മദ് നബിക്ക് തന്നെ യേശു ക്രിസ്തുവിനെ വളരെ ബഹുമാനമായിരുന്നു എന്ന് നമുക്ക് ഖുർആൻ വായിച്ചാലായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെയുള്ള അപവാദങ്ങളൊന്നും മുഹമ്മദ് നബി പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ഏതോ ഒരു മോശം ബന്ധത്തിൽ കൂടെ ഉണ്ടായ ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇങ്ങനെ കന്യകയിലാണ് യേശു ജനിക്കുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം പറഞ്ഞു, അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അങ്ങനെ എടുത്ത് കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പിന്നെ ഉടനെ തന്നെ വിട്ടുപോയി. കാരണം ആ വ്യക്തിക്കറിയാം, ആ വ്യക്തി ഖുർആനെതിരെ സംസാരിക്കുകയാണെങ്കിൽ, മുഹമ്മദ് നബിക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ അത് ബ്ലാസ്ഫമി ആയി പോകും. അപ്പോൾ ഖുർആൻ തന്നെ പറയാണ്, യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി അവനിൽ പാപമില്ല, അവൻ ബ്ലെയിംലെസ് സണ്ണാണ്, കുറ്റമില്ലാത്ത ഒരു കുട്ടിയാണ്. എന്ന് വെച്ചാൽ അതിന് നമുക്കൊരു അവിഹിത ബന്ധത്തിലുണ്ടായ കുട്ടിയായിട്ട് പറയാൻ കഴിയില്ല, കന്യകയിൽ കൂടിയാണ് ജനിച്ചത് പോലും. ഇനി ജിബ്രിലായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സെക്ഷുവൽ റിലേഷൻഷിപ്പ് അല്ല. ഇനി അള്ളാഹുവിൻ്റെ വാക്കിൽ കൂടെ ഉണ്ടായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാക്കിൽ കൂടെ ഉണ്ടായി എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഒരു വ്യക്തിയെ ഉണ്ടാക്കാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിനല്ലേ. ഇനി വചനമാണ് യേശു ക്രിസ്തു എങ്കിൽ അവൻ ദൈവത്തിന് തുല്യനല്ലേ? കാരണം ഖുർആൻ എന്ന് പറയുന്നത് ദൈവവചനമാണല്ലോ എന്നല്ലേ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് തുല്യമായി പോകില്ലേ? അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പിന്നെ നമുക്കവിടെ ലോജിക്കലി കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ല. കർത്താവായ യേശു ക്രിസ്തു പാപമില്ലാത്തവനായിട്ട് ജനിച്ചു, ജീവിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവനെ പാപിയായി അവർ വിധിച്ചെങ്കിലും അവരുടെ ആ വിധിക്ക് അവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവൻ 3-ാമത്തെ ദിവസം അവരുടെ ആ വിധിയെ തെറ്റിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയെ അവൻ ഉദ്ഘാടനം ചെയ്യാണ് അവനിൽ കൂടെ. പഴയ സൃഷ്ടി എന്ന് പറയുന്നത് ആദമിൽ കൂടെ ആരംഭിച്ച സൃഷ്ടിയാണ്. ആ ആദമിൽ കൂടെ ആരംഭിച്ച സൃഷ്ടി
പാപം മൂലം വന്ന ശാപത്താലുള്ള മരണത്തിനും ദ്രവത്വത്തിനും കീഴ്പ്പെട്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വീണ്ടെടുക്കാൻ വേണ്ടി, അതിനെ മാത്രമല്ല അതുമൂലം ഈ പ്രപഞ്ചത്തിൽ തന്നെ ദ്രവത്വം വന്നിരിക്കുകയാണ്. ആ പ്രപഞ്ചത്തെയും വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ആ പാപം ക്ഷമിക്കപ്പെടാൻ വേണ്ടി കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ഞാൻ പറഞ്ഞില്ലേ, സാത്താനോട് ക്ഷമിക്കാൻ പറ്റില്ല, പാപത്തെ ശിക്ഷിച്ചേ പറ്റൂ, കാരണം ദൈവം നീതിമാനാണ്. ഇനി പാപിയായ നമ്മളെ രക്ഷിക്കുകയും ചെയ്യണം. ഈ 3 കാര്യങ്ങളും ചെയ്യാൻ ഒരൊറ്റ വഴിയുള്ളൂ. പാപമില്ലാത്ത ഒരു വ്യക്തി ഈ പാപം ഏറ്റെടുത്ത് മരിക്കുക. പാപമില്ലാത്തൊരു വ്യക്തി മാനവരാശിയിലില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ മനുഷ്യനായി തീരുന്നു. ആ പാപമില്ലാത്ത വ്യക്തിയായി തീരുന്നു. ആ പാപരഹിതനായ വ്യക്തി പാപികൾക്ക് വേണ്ടി യാഗമാകുന്നു. പക്ഷെ അവനിൽ പാപമില്ലാത്തത് കൊണ്ട് ശിക്ഷ അവൻ അനുഭവിച്ചെങ്കിലും അവനെ ശിക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദ്രവത്വം അവനിലേക്ക് കടക്കുന്നില്ല. അവൻ 3-ാമത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അവൻ പാപത്തെയും മരണത്തെയും ദ്രവത്വത്തെയും പിശാചിനെയും അവനെ മരിക്കാൻ ഏൽപ്പിച്ച മനുഷ്യരുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നു. അങ്ങനെ അവൻ പുതിയ ഒരു സൃഷ്ടിയെ, ഒരു പുതിയ മാനവരാശിയെ അവൻ ഉദ്ഘാടനം ചെയ്യാണ്, രൂപകൽപ്പന ചെയ്യാണ്. അവനിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് അവൻ പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ്റെ ശരീരം ചിലപ്പോൾ മരിക്കായിരിക്കും, എന്നാലും അവൻ ജീവിക്കും. അപ്പോൾ ആത്മാവായിട്ട് ജീവിക്കുന്നതാണോ പറഞ്ഞതല്ല. കർത്താവ് മടങ്ങി വരും. ഈ കർത്താവ് 40ഓളം ദിവസം ശിഷ്യന്മാരോട് അവൻ എന്തിനു വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ച ശേഷം അവനെക്കുറിച്ച് സംശയം തോന്നിയ തോമാസ് ലീഹ എന്നോട് പണ്ടൊരു മുസ്ലിം പയ്യൻ ചോദിച്ചു, എവിടെയെങ്കിലും ആരെങ്കിലും ബൈബിളിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, സുവിശേഷങ്ങളിൽ യേശുവിനെ ദൈവം എന്ന് വിളിക്കുന്നുണ്ടോ? യേശുവിനെ ദൈവമായിട്ട് സംബോധന ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇഷ്ടം പോലെ സ്ഥലത്തുണ്ട്. അറിയുന്നുണ്ടോ? ഒന്ന് കാണിച്ചു തരൂ. ഒരു ഡയറക്റ്റ് പ്രസ്താവന എനിക്ക് വേണ്ടത്. ഞാൻ ഉടനെ എടുത്ത് കാണിച്ചു കൊടുത്തത് തോമാസ് ലീഹ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവരുടെ ഇടയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്കൊന്നും സംശയം ഉണ്ടായിരുന്നില്ല, കാരണം നേരത്തെ കർത്താവ് ഇതുപോലെ വന്നിട്ടുണ്ട്. എന്നാൽ തോമാസ് ലീഹയ്ക്ക് കർത്താവിനെ സംശയം തോന്നി. മറ്റ് ശിഷ്യന്മാരോട് അദ്ദേഹം പറഞ്ഞു, കർത്താവിനെ നേരിട്ട് കണ്ടിട്ടല്ലാതെ, എന്ന് വെച്ചാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നേരിട്ട് കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. കർത്താവ് അവിടെ നിന്നിട്ട് അവൻ്റെ ശരീരം, എന്ന് വെച്ചാൽ ഒരു ആത്മാവൊന്നുമല്ല അവിടെ വന്നിരിക്കുന്നത്, കർത്താവ് ശരീരത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത്. അവൻ്റെ ശരീരം തൊട്ട് നോക്കാൻ പറഞ്ഞു, ആ വ്രണങ്ങളെ തൊട്ട് നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ തോമാസ് ലീഹ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്തിയിട്ട് പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ്, മൈ ഗോഡ്, മൈ ലോഡ്. അപ്പോൾ കർത്താവിനെ ദൈവമെന്ന് ആരെങ്കിലും ഡയറക്റ്റായിട്ട് സംബോധന ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. പുതിയ നിയമത്തിൽ തന്നെ ഉണ്ട്, സുവിശേഷങ്ങളിൽ തന്നെ ഉണ്ട്. അപ്പോൾ പറഞ്ഞ കർത്താവ് എപ്പോഴെങ്കിലും ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു അതെവിടെയാണ്? അപ്പോൾ ഞാൻ അവനെ സങ്കീർത്തനം 23 കൊണ്ടുപോയി. പറഞ്ഞു സങ്കീർത്തനം 23 പുതിയ നിയമത്തിലല്ലോ. ഞാൻ പറഞ്ഞല്ല, ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ആരാ പറയുന്നത്? ദാവീദാ പറയുന്നത്. യഹോവ ആരാണ്? ദൈവം. ആരാണ്? എൻ്റെ ഇടയൻ. യെഹെസ്കേൽ 34 ഇതേ എൻ്റെ ഇടയൻ യഹോവ, നല്ല ഇടയൻ യഹോവ. എന്നിട്ട് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം എടുത്ത് ഞാൻ അവനോട് ചോദിച്ചു, കർത്താവ് യേശു ക്രിസ്തു ഈ യഹൂദ സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട്, ഈ യഹൂദ സമൂഹം എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഈ സങ്കീർത്തനങ്ങൾ മുഴുവൻ എല്ലാ ശനിയാഴ്ചയും വായിക്കുന്നവരാണ്. ഈ യെഹെസ്കേൽ പ്രവാചകനെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവർ വായിച്ച് കേൾക്കുന്നവരാണ്. ഇതിനെക്കുറിച്ചാണ് അവരുടെ മെയിൻ ഡിസ്കഷൻ. അങ്ങനെയുള്ളവരുടെ നടുവിൽ നിന്നിട്ട് കർത്താവായ യേശു ക്രിസ്തു പറയാണ്, ഞാൻ തന്നെ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവൻ എന്താ പറയുന്നത്? യഹോവ എൻ്റെ നല്ല ഇടയനാണെന്ന് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യഹൂദനോട് പറയാണ്, ഞാൻ തന്നെയാണ് നല്ല ഇടയൻ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? ഞാനാണ് ആ യഹോവ എന്നാണ് പറയുന്നത്, അല്ലേ? പറഞ്ഞ അത് ദൈവം പിതാവും യേശു ക്രിസ്തു പുത്രനുമല്ലേ?
അപ്പോൾ പുത്രനായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്, അല്ലാതെ പിതാവായിട്ടല്ലല്ലോ.